ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പ്രഖ്യാപിച്ച സൂചനാ പണിമുടക്കിന് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രധാന ആവശ്യം. 18% DA അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയവയും സമരമുദ്രാവാക്യങ്ങളാണ്. സർക്കാർ ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ലെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ. സാധാരണ ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുത്താൽ ആ പണിമുടക്ക് നോട്ടീസ് ലഭിച്ച സർക്കാർ ബന്ധപ്പെട്ട ആളുകളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ സർക്കാർ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, പണിമുടക്കുന്ന ആളുകൾക്കെതിരെ ഭീഷണിയുടെ സ്വരത്തിൽ സർക്കാർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പണിമുടക്കിനെ ഒരു കലുഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും പ്രതിപക്ഷ സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. അതേസമയം പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്ക് ദിവസം അവധി അനുവദിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. 24 തിരുവനന്തപുരം.